അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ അതിമഹത്തായ ഓരോ ദിനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നാം ഓരോരുത്തരും നല്ലതുകൊണ്ട് മാത്രം ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം. അടുത്ത റജബ് നമുക്ക് വരുമോ, നമുക്ക് ലഭിക്കുമോ, ആ റജബിലേക്ക് നമ്മുടെ ആയുസ് അല്ലാഹു തആല നീട്ടിത്തരുമോ എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ജീവിതം എന്നുള്ളത്. എന്നും അവസാനിക്കാം, ഏത് വയസ്സിലും നമ്മുടെ ജീവിതം അവസാനിക്കാം. അതിനുള്ള തെളിവുകളാണ് നമ്മുടെ കണ്ണുകളിൽ നാമൊക്കെയും ഓരോ നാളുകൾ കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് മരണത്തെ നേരിൽ കണ്ട് ഇന്ന് ഞാൻ മരിക്കും, ഈ സെക്കൻഡിൽ മരിക്കും എന്നും ചിന്തിച്ച് ജീവിതത്തെ ധന്യപ്പെടുത്താൻ, ഹറാമുകളിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അല്ലാഹു തആല അത്തരത്തിൽ ഹിദായത്ത് സിദ്ധിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിതത്തിൽ ചൊല്ലിയ ഒരു അത്ഭുത മന്ത്രം, നമുക്ക് ഏത് പ്രയാസങ്ങൾ വരുമ്പോൾ, ഏത് ദുരിതങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ടെൻഷനുകൾ വരുമ്പോൾ, മനസ്സിന് സഹിക്കാൻ പറ്റാത്ത വേദനകൾ, മാനസികമായ പിരിമുറുക്കം, മാനസികമായ ബുദ്ധിമുട്ട്, ടെൻഷന് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ അലട്ടുന്ന സമയത്ത്, പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന സമയത്ത് നാം മറ്റു സഹായങ്ങൾ തേടുന്നതിന് മുമ്പ് ദുആഉൽ കർബ് മുത്തായത്തങ്ങൾ ചൊല്ലിയ ഒരു കർബ്, ദുആഉൽ കർബ് ചൊല്ലാൻ ശ്രമിക്കണം. അവിടുന്ന് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഇൻദൽ കർബി, അവിടുന്ന് പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, ദുരിതങ്ങൾ വരുന്ന സമയത്ത് അവിടുന്ന് ചൊല്ലുമായിരുന്നു ദുആഉൽ കർബ്. എന്താണ് ദുആഉൽ കർബ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ദുആണ് ദുആഉൽ കർബ്. ഇതുകൊണ്ട് ജീവിതത്തിൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുത മന്ത്രമാണ് ദുആഉൽ കർബ്. ഏത് പ്രയാസങ്ങൾ നിങ്ങൾ അലട്ടുന്ന സമയത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ, മഹാന്മാർ പഠിപ്പിച്ചതാണ്. അവർക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു സമയമാണ് ആ പ്രസവിക്കുന്ന, ആ വേദന അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ധാരാളമായി ചൊല്ലുക. പുറത്തുള്ളവർ, അതായത് ഈ ഹോസ്പിറ്റലുകളിൽ പോയി പുറത്തു നിൽക്കുന്നവർ, അതായത് പ്രസവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ഭാര്യ പ്രസവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മകൾ പ്രസവിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കാക്കുന്ന സമയത്ത്, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൊരുതുകേട് കാണിക്കാതെ ഈ ദുആഉൽ കർബ് ധാരാളമായി ചൊല്ലുക. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി കൊടുക്കും. മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ധന്യപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.